ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഷേക്ക് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ രണ്ട് പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലുതും ഒരു ചെറുതും എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് നമുക്ക് അരിഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിത് വേണ്ടത് പീനട്ട് ബട്ടറാണ്. അപ്പം നമുക്ക് പീനട്ട് ബട്ടർ ഇത് അല്ലെങ്കിലും നമുക്ക് കപ്പലണ്ടി, തൊലി പൊളിച്ച കപ്പലണ്ടി മേടിക്കാൻ കിട്ടും. അത് നമ്മൾ മേടിച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊരു 5 ഫുൾ സ്പൂൺ, അതായത് നിറച്ച് ഒരു 5 സ്പൂണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടറാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്ത പോലെ 2 സ്പൂൺ, 1.5 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓട്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ നിറച്ച് 5 സ്പൂണാണ്. അപ്പോൾ ആ ഒരു അളവ് വരുന്ന പാത്രമാണിത്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട പാലല്ല, പച്ചപ്പാലിലാണിത് അടിച്ചെടുക്കുന്നത്. അപ്പം ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്ന പാലാണിത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു 3/4 ഒഴിച്ചിട്ട് ഇതിനാദ്യം അടിച്ച് എടുക്കണം നല്ലപോലെ. അപ്പോൾ ഇതിൻ്റെ പീനട്ടിൻ്റെ ഇതൊക്കെ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും, അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരഞ്ഞു വരണം. എന്നതിന് ശേഷം ബാക്കിയുള്ള പാലും കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച്, അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. തേൻ ഒഴിക്കുന്നവർക്ക് കുറച്ച് തേൻ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ജിമ്മിന് പോകുന്ന മക്കൾക്ക് ഇത് ടേസ്റ്റിനല്ല അവർ കുടിക്കുന്നത്, അവരുടെ ബോഡി ഒക്കെ ഒന്ന് നല്ല ഇതായിട്ട് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ജിമ്മിന് പോകുന്ന മക്കൾക്ക് ഇതുപോലെ ഷേക്ക് അടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.